ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ താഴേക്ക് പോവുക, റിങ്കിൾസ് ഫോം ചെയ്യുക, ഫൈൻ ലൈൻസ് ഉണ്ടാവുക, സ്കിൻ ഭയങ്കര ഡള്ളായിട്ടും ഒരു അൺഈവനായിട്ടുള്ള സ്കിൻ ടോണൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അടിപൊളിയാണ്. നല്ലൊരു ബോട്ടോക്സ് ചെയ്തൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. സ്കിൻ ഭയങ്കരമായിട്ട് ടൈറ്റൻ ആവുന്ന പോലെയും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ല പോലെ മാറുന്നത് നമുക്കറിയാൻ പറ്റും. ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഒരു 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം. ഡേ ടൈമിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ നെക്കിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കൂടി വരില്ലേ. അപ്പോൾ അതൊക്കെ മാറി സ്കിൻ നല്ല അടിപൊളിയായിട്ടും നല്ല ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് നമുക്ക് ആദ്യം ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് നമ്മുടെ ഒരു ചെമ്പരത്തിപ്പൂവാണ്. അപ്പം ഈ ഒരു ചെമ്പരത്തിപ്പൂ ഒരു 10 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അതല്ല ഒരെണ്ണ ഉള്ളെങ്കിൽ അന്ന് തയ്യാറാക്കാനായിട്ട് അന്നന്ന് തയ്യാറാക്കി യൂസ് ചെയ്യാനാണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു 10 പൂ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു പൂമ്പൊടിയും പച്ചത്തണ്ടും മാറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മളിതിനെ അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം. ഈ അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ച് പകുതിയാക്കി മാറ്റണം. അതായത് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കണമെങ്കിൽ വറ്റിച്ച് 1 ഗ്ലാസ് ആക്കണം. 1 ഗ്ലാസ് ആണെങ്കിൽ വറ്റിച്ച് 1/2 ഗ്ലാസ് ആക്കണം. അപ്പം ചെമ്പരത്തിപ്പൂ കൂടുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടാം. ഞാൻ ഏകദേശം ഒരു 10 പൂവാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിന് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല പോലെ തിളപ്പിച്ച് അതിനെ വറ്റിച്ച് ഞാൻ പകുതി 1/2 ഗ്ലാസ് വെള്ളം ആക്കിയിട്ടുണ്ട്. അരയൊന്നും കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നല്ലതായിട്ട് തിളപ്പിച്ച് അതിൻ്റെ എസൻസ് എല്ലാം നല്ല പോലെ നമ്മൾ എടുക്കണം. പിന്നെ അതിനെ നല്ലപോലെ അരിച്ചെടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അത് അരിപ്പിൽ തന്നെ അരിച്ചെടുക്കാം. നമുക്കൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ ഒരു കൊഴുത്ത കൺസിസ്റ്റൻസിയിലായിരിക്കും ഇത് കിട്ടുക കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പോൾ ഏകദേശം ഒരു 1/2 ഗ്ലാസോളം തന്നെ നമുക്ക് ഒരു കിട്ടിയിട്ടുള്ളൂ. ഈ ഉണ്ടാക്കിയ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ഒരു സിറോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ഇത് നമുക്കൊരു 1 വീക്ക് 2 വീക്സ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അന്നേക്ക് മാത്രം പാക്ക് തയ്യാറാക്കാം. ഇനി അന്നന്ന് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇനി വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ മാറി സ്കിൻ നല്ലതായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ചെമ്പരത്തിപ്പൂ നല്ലൊരു ബോട്ടോക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടും. ഇത് രണ്ടും നമുക്ക് ആൻറ്റി ഏജിങ് ആണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ സൺടാനും പിഗ്മെൻറ്റേഷനും ഡിസ്കളറേഷനും പാടുകളൊക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് മൂക്കിന് മുകളിൽ വരാം, മൗത്തിന് ചുറ്റും ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറി സ്കിൻ നല്ലപോലെ ഈവൺ സ്കിൻ ടോൺ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനേക്കാൾ ഉപരി സ്കിൻ നല്ലപോലെ ടൈറ്റും ചെയ്ത് വെച്ച് നല്ലൊരു ആൻറ്റി ഏജിങ് ലുക്ക് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതെന്ന് വെച്ചാൽ പ്രായമാവില്ല എന്നല്ല, എങ്കിലും നമുക്ക് അതിനെ റിവേഴ്സ് ഗിയറിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള പാക്കുകൾ നാച്ചുറൽ ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ സ്കിൻ നല്ലപോലെ ടൈറ്റും ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ എഗ് വൈറ്റിലേക്ക് ഒരു 3-4 ടീസ്പൂണോളം ചെമ്പരത്തിപ്പൂവിൻ്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളത് നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ആവണമെന്നേ ഉള്ളൂ. നല്ലപോലെ പതയണം അങ്ങനെയൊന്നുമില്ല. ഈ 2 ഇൻഗ്രീഡിയൻറ്റും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആവണം, ഈക്വലായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ലപോലെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ പുതിയ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരാതിരിക്കാനും. പിന്നെ ഈ ഒരു എഗ് വൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ലപോലെ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ നല്ലൊരു ബോട്ടോക്സ് ചെയ്തൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നൊരു എഫക്റ്റ് കിട്ടും. ഇത് ഒരു ദിവസം ചെയ്തതുകൊണ്ട് കിട്ടില്ല, അത് മനസ്സിലാക്കുക. ഒരു ലോങ് ടൈം യൂസാണ്. നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. നമ്മുടെ സ്കിന്നിൽ നമ്മൾ കുടിക്കാൻ വെള്ളം അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നത് പോലെ നമ്മളെ ഹെൽത്തിന് അതുപോലെ തന്നെയാണ് ഇൻറ്റേർണലി കൊടുക്കുന്ന പോലെ തന്നെയാണ് എക്സ്റ്റേണലി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് നല്ലതായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്താ പറയുക, ചെറിയൊരു വെയിറ്റിംഗ് ആയിട്ട് നല്ല ചെറിയൊരു പത പോലെയൊക്കെ ആവുന്ന വിധത്തിൽ വേണം നമ്മളിതിന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഈക്വലായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഇളം ചൂടുവെള്ളം കൊണ്ട് ഫേസ് വാഷ് ചെയ്യുന്നത് കുറേ കൂടി നല്ലതാണ്. ഓപ്പൺ പോഴ്സിലേക്ക് ഇറങ്ങി ചെന്ന് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നല്ലപോലെ പുറത്ത് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ അത് അങ്ങനെ ചൂടുവെള്ളം കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് പാഡ് ഡ്രൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദിവസവും സ്റ്റീം ചെയ്യാമെന്നൊന്ന് ചോദിക്കുന്നവരുണ്ട്. ദിവസവും സ്റ്റീം ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ അത്രയും എന്താ പറയുക, മുഖം അടുപ്പിച്ചല്ല, ഒരു സ്റ്റീം ചെയ്യുന്നതിനായാലും വാം വാട്ടർ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നതിനായാലും അതിനൊരു പരിധിയുണ്ട് ആ ഒരു ചൂടിന്. അപ്പോൾ അത് കീപ്പ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലെയർ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ വീണ്ടും ഒരു സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു 3 ലെയറോളം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട്. ഫേസിൽ നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാം. നെക്കിൽ റിങ്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഫേസ് അനക്കാനും ചുളിക്കാനും സംസാരിക്കാനും ഒന്നും പാടില്ല. ടൈറ്റൻ ചെയ്ത് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സംസാരിക്കാനൊക്കെ പാടുള്ളൂ കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. ഒപ്പം ഡേ ടൈമിലാണെങ്കിൽ സൺസ്ക്രീനും യൂസ് ചെയ്യണം. നൈറ്റ് ടൈമിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എനിക്കിത് അപ്ലൈ ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട്, എനിക്ക് മുട്ടയുടെ മണം പറ്റില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ കോഫി പൗഡറൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് കോഫിയുടെ സ്മെല്ല് എനിക്ക് പറ്റും, കോഫി പൗഡറും പറ്റും. അപ്പോൾ അതുകൊണ്ട് സ്കിൻ്റെ ഉണ്ടോ നല്ലപോലെ തന്നെ ഫസ്റ്റ് യൂസിൽ സ്മൂത്ത് ആവും. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ലപോലെ റിമൂവ് ആവുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. മസ്റ്റ് ഹാവ് ആയിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും